മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, പാവക്കയാണ്. പാവക്കയും എന്താ പറയുക 2 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പാവക്കേനെ ക്ലീൻ ചെയ്തിട്ട് ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പാവക്ക കൊണ്ടൊരു സ്പെഷ്യൽ ഐറ്റമാണ്, നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാനിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടാവട്ടെ കേട്ടോ. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ പാവയ്ക്ക അരിഞ്ഞത് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പാവയ്ക്ക ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരെ നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തൊലിയൊക്കെ കളഞ്ഞിട്ട് വെക്കാം. അപ്പോൾ ഇപ്പോൾ പാവയ്ക്ക ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-6 ഉള്ളി ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്താൽ മതി. അതും കൂടി ഇട്ടിട്ട് ഇനി അതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാവയ്ക്കും ഉള്ളിക്കൊക്കെ നന്നായിട്ടൊക്കെ ഉപ്പൊക്കെ പിടിച്ചോളും. അപ്പോൾ ഉള്ളി ഒന്ന് പാതി വഴണ്ട് വന്നപ്പോൾ ഞാനൊരു 5-6 വറ്റൽമുളക്, അപ്പോൾ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ വറ്റൽമുളകും കൂടി ഇട്ടിട്ട് അതും നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ടിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ മാറണം കേട്ടോ. എന്നിട്ടാണ് നമ്മളിനി അടുത്തത് ചെയ്യണത്. അപ്പോൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാനത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക ചതച്ചെടുക്കാമെന്ന് പറയാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ പാവക്ക അരിയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. പാവക്ക അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പുള്ള വെള്ളത്തിലേക്ക് ഇട്ട് അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാവയ്ക്കേക്ക് ഒരുപാട് കയ്പ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. നമ്മളിപ്പോൾ ചിലവർക്ക് ആ കയ്പ്പ് ഇഷ്ടമായിരിക്കും, ചിലവർക്ക് ആ കയ്പ്പ് അത്ര അങ്ങോട്ട് ഇഷ്ടമാവില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പാവയ്ക്ക അരിഞ്ഞിടുമ്പോൾ ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ വിനാഗിരിയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാവക്കയുടെ കയ്പ്പ് കുറച്ചൊക്കെ നമുക്ക് കുറക്കാൻ പറ്റുമെന്ന് വെച്ച് മുഴുവനായിട്ട് കളയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു മാങ്ങ കേട്ടോ. ഒരു മാങ്ങ, ചെറിയ മാങ്ങ, പക്ഷേ നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മാങ്ങ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പ്, അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഏകദേശം ഈ ഒരു സ്ട്രക്ചറിൽ ഞാൻ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെറിയൊരു ട്വിസ്റ്റ് വേറൊന്നുമല്ല, ഒരു 1/2 കപ്പ് തേങ്ങ ഞാനിവിടെ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പാവയ്ക്ക ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എന്ന് വെച്ചാൽ ആ പാവയ്ക്ക ചമ്മന്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല കയ്പ്പായിരിക്കും. അല്ല കേട്ടോ, നല്ല കയ്പ്പൊന്നുമില്ല, ഒട്ടും കയ്പ്പില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ അടിപൊളിയാണ്. നമ്മൾ മനസ്സിലാവേ ഇല്ല ശരിക്കും പറഞ്ഞാൽ പാവയ്ക്ക ചമ്മന്തിയാണ് നമ്മൾ കഴിക്കണേന്നുള്ളത്. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഒപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ, ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.